തുടർച്ചയായ ആക്രമണങ്ങൾക്കും ഇസ്രായേൽ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധത്തിന് പിന്നാലെ കൊടും പട്ടിണിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഗാസ ഇപ്പോൾ. ഒരു നേരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് കരഞ്ഞു കേഴുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച ലോക മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. മരുന്നും പോഷകാഹാരവും ഇല്ലാതെ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും മരണത്തിന് കീഴടങ്ങുന്നതും. ഗാസയിലെ ക്യാമ്പുകളിലെങ്ങും ഒരു നേരത്തെ അന്നത്തിനായുള്ള അതിജീവന പോരാട്ടമാണ് നടക്കുന്നത്. ഈ ദയനീയ ചിത്രം അഗാധമായൊരു മാനസിക ദുരന്തത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 110-ലധികം പേർ ഇതിനോടകം പട്ടിണിയിൽ മരിച്ചു. അതിൽ 80 കുട്ടികളും പോഷകാഹാര കുറവ് കാരണം മരണപ്പെട്ടതാണ്. 6 കുട്ടികളുടെ അമ്മയായ സെനയുടെ വാർത്ത ഇതിനകം ലോകത്തെ നൊമ്പരത്തിലാക്കിയിട്ടുമുണ്ട്. കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ പോലും ഗതിയില്ലാത്ത ആയിരക്കണക്കിന് അമ്മമാരുടെ പ്രതിനിധിയാണ് സെന. ഇത് ഗാസയിലെ ലക്ഷക്കണക്കിന് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ദയനീയ ചിത്രം വരച്ചു കാട്ടുകയും ചെയ്യുന്നുണ്ട്. 100-ലധികം മനുഷ്യാവകാശ സംഘടനകളാണ് ഗാസയിലേക്ക് അടിയന്തരമായി ഭക്ഷണം എത്തിക്കണമെന്ന് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്. ഈ ദുരന്തത്തിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നുമുണ്ട്. ഗാസ മുൻപ് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങളും സമീപകാല സംഘർഷങ്ങളും ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. 20 ലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യ കടുത്ത ഭക്ഷ്യക്ഷാമം, കുടിവെള്ളമില്ലായ്മ, മരുന്നുകളുടെ ലഭ്യതക്കുറവ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച എന്നിവ നേരിടുന്നുമുണ്ട്. ഇസ്രായേൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞത് സ്ഥിതി കൂടുതൽ വഷളാക്കി.